സ്വാഗതം പറയാണ്. ഫസ്റ്റ് നമ്മൾക്കൊരു സൈലന്റ് പ്രയറോട് കൂടിയിട്ട് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. Yes. First of all, I respected our management team, our software developer, Mr. Ranjit Robot from Thrissur, our market head, our Dr. Kevin from Trivandrum, our financial administrator, Mr. Abubakar Siddiq from Palakkad, and our top most leader, Ms. Nusrat ma'am, and our 8 pillars, top 8 leaders. എല്ലാവരെയും ഞാൻ ഈ ഒരു ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സ്പെഷ്യലി പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഇന്ന് 2026 ഏപ്രിൽ 1 ആണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2025 ഏപ്രിൽ 1 നമ്മുടെ ടോപ്പ് 8 ലീഡേഴ്സ് ID വെച്ച ദിവസമാണ്. 2025 ഏപ്രിൽ 5 നമ്മളെ സക്സസ്ഫുൾ ആയിട്ടുള്ള വിഡ്രോവൽസ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു വർഷം എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒരു 1 ഇയർ ബാക്ക് നോക്കുമ്പോൾ, ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഇന്ന് പ്രൊജക്ട് ടെസ് എത്തി നിൽക്കുന്നത്. അതായത് 400ഓളം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൊജക്ട് ടെസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 27ഓളം കാർ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 ഇന്റർനാഷണൽ ട്രിപ്പുകൾ ഇതുവരേക്ക് പോയി കഴിഞ്ഞു. 3ാമത്തെ ട്രിപ്പ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ട്രാവലിംഗ് പ്രോബ്ലം, അതായത് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ചെറിയ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ട്രിപ്പ്, മലേഷ്യ ട്രിപ്പ് അതുകൂടാതെ തന്നെ മലേഷ്യയിൽ വെച്ചിട്ട് നമ്മളുടെ മലേഷ്യ ഓഫീസ് ഇനാഗ്രേഷൻ കൂടിയിട്ടായിരിക്കും അതിലൂടെ ഉണ്ടായിരിക്കുക. കൂടാതെ നമ്മൾ 1 ഇയർ എത്തിയിട്ടുള്ള സെലിബ്രേഷൻ നടക്കുന്നത് ഗോവയിലാണ്. അതും വളരെ അടുത്ത് തന്നെ നമ്മൾക്ക് എത്തി നിൽക്കുകയാണ്. അതിലൊക്കെ ഉപരി നമുക്ക് വളരെ പ്രൗഡ് ആയിട്ട് പറയാൻ പറ്റിയിട്ടുള്ള നമ്മുടെ പ്ലാറ്റ്ഫോം ഇൻകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 1 ഇയർ, അതായത് 2025 ഏപ്രിൽ 5 1 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോ ഇവിടെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് 1 ഇയർ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മളെ പ്ലാറ്റ്ഫോം ഇൻകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1,07,660 സക്സസ്ഫുൾ വിഡ്രോവൽസ് ആണ് നടന്നിരിക്കുന്നത്. വളരെ പ്രൗഡായിട്ട് നമ്മൾക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അത്. USDT പറയുകയാണെങ്കിൽ USDT ഒരു 30,17,102 USDT ആണ് നമുക്ക് ഇതിലൂടെ വിഡ്രോവൽസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. INR പറയുകയാണെങ്കിൽ about 28 crore. വളരെ പ്രൗഡായിട്ട് നമുക്ക് ആരുടെ മുന്നിലും പറയാൻ പറ്റിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നമ്മൾക്കിത്. അതിൽ സക്സസ്ഫുൾ വിഡ്രോവൽസ് ഞാൻ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വിഡ്രോവൽസ് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട്, ക്വിക്ക് മൊമെന്റിൽ തന്നെ നമ്മൾക്ക് നടത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് നമുക്ക് ഇൻ ഹൗസ് ടെക്നിക്കൽ ടീമിനോട് വളരെയധികം ഞങ്ങൾ എല്ലാവരും ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. അതെ, നമ്മൾ അത്രത്തോളം പ്രൗഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയുടെ പ്രോഗ്രാമിലേക്കാണ് നിങ്ങളെ ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ഒക്കെ ആയിരിക്കാം ഒരു ഇൻവിറ്റേഷൻ തന്നിട്ട് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അപ്പോ ഈ ഒരു പ്രൗഡ് മൊമെന്റിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്ടിനെ കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ശരീരവും മനസ്സൊക്കെ ഇവിടെ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയാ. എല്ലാവരും അവരുടെ വീഡിയോ ഓൺ ആക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് ഇവിടെ അറിയിക്കുക. നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു അലേർട്ടാണ് ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളതിന്. അത് നിങ്ങളുടെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യുക. എല്ലാവരും വീഡിയോ ഓൺ ആക്കി മാന്യമായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേന്ന് നോക്കിക്കൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ഇരിക്കുക. ഈ ഒരു പ്രൊജക്ടിനെ നിങ്ങൾ കേൾക്കുമ്പോൾ യാതൊരു മുൻവിധികളും ഇല്ലാതെ കേൾക്കണം എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. നമ്മുടെ മൈൻഡ് ഒരു ബ്ലാങ്ക് വൈറ്റ് പേപ്പർ ആക്കിക്കൊണ്ട് വെച്ചിട്ടിരിക്കുക. കാരണം ഈ ഒരു പ്രൊജക്ടിനെ ഈ ഒരു 1 അവർ നിങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫിലെ ഒരു ലൈഫ് ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറ്റാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തിനേലും എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കുള്ളൂ. നിങ്ങൾ എന്തിനേലും ലാസ്റ്റ്, അതായത് വൈൻഡ് അപ്പ് സെക്ഷൻ വരെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാണ്.
ഈ ഒരു വെബിനാർ നമ്മൾക്ക് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് വരുന്നത്. എന്തുകൊണ്ടും ഈ ഒരു പ്രൊജക്ടിനെ പറ്റി നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു സക്സസ്ഫുൾ ട്രെയിനർ ആണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള പ്രസന്റേഷൻ നമുക്ക് തരുന്നതാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയാണ്. പ്രൊജക്ട് ടെസ്റ്റിനെ പറ്റി A to Z അദ്ദേഹം നോളജ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അരുൺ സർ, വെൽക്കം സർ, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു നീതു മാഡം. എന്നെ പരിചയപ്പെടുത്തി. പേര് അരുൺ എന്നാണ്, കോഴിക്കോടാണ് സ്വദേശം. ഈ ഒരു പ്രോജക്റ്റ് ടെസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. കാരണം ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് 100% നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയ സമയത്താണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ കേൾക്കുന്നതാണ്. പലപ്പോഴും ഇതുപോലുള്ള മീറ്റിങ്ങുകൾ, അതോടൊപ്പം തന്നെ ഹോൾ BOPകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ കേൾക്കുന്നതാണ്. പലപ്പോഴും ക്രിപ്റ്റോ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും സംബന്ധിച്ചും ചില കമ്പനികൾ വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അവസാനിപ്പിച്ച് പോകും കാണാറുണ്ട്. അപ്പൊ എല്ലാ കഥകളും ഇപ്പൊ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കമ്പനികളൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുമ്പിലേക്ക് വരുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ലൈഫായിട്ട് ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ കഥകളിൽ നിന്ന് മാറിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ടെസ് എന്നുള്ളത്. അത് ഞാൻ ഈ ഒരു സെഷൻ കഴിയുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആരെങ്കിലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ചില ഒരു പക്ഷേ റിലേറ്റീവോ ഒക്കെ ക്ഷണിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. ഏതായാലും കുറച്ച് ടൈം നമ്മൾ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ പല രീതിയിൽ ക്രിപ്റ്റോ കമ്പനികളെ കുറിച്ച് നമ്മൾ കേട്ടു. അവരെ സംബന്ധിച്ച് പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് വെറും കഥകൾ മാത്രമാണ്. പക്ഷെ ഇവിടെ ഈ ഒരു പ്രോജക്റ്റ് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 8ഓളം പ്രോജക്റ്റുകൾ ഇൻകം ജനറേറ്റ് ചെയ്ത് ലൈവായിട്ട് മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു പ്രസന്റേഷനും കാര്യങ്ങളും കഴിയുമ്പോൾ ഡൗട്ട്സ് ഉണ്ടാവും. അത് നിങ്ങളെ വേണ്ടിയിട്ട് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും. ഒരു AI പ്രോജക്റ്റ് ആണ്, ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഡെക്സ് ആപ്പ് എന്ന് കാണാം. ഇതാണ് നമ്മൾ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ് ഈ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്. ഇതുവരെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻകം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ ഓൾമോസ്റ്റ് 30,18,570 പറയുകയാണെങ്കിൽ ഒരു 29 crore USDT അല്ലെങ്കിൽ എമൗണ്ട് ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് അത് നമുക്ക് ഇവിടെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കാണാം. അപ്പോൾ 28 കോടിയോളം എമൗണ്ട് ഇന്ന് സാധാരണക്കാരിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ടെസ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രോജക്ട്സുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെസ് ടോക്കൺ. അതായത് നമ്മൾ ICOയിൽ വെച്ചിട്ടുള്ള ടെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ICO പ്രോജക്റ്റുകൾ ഒരുപക്ഷെ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും അറിയാം, ICOയിൽ ഒരു കമ്പനി ഒരു ടോക്കൺ വെക്കണമെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനി ആയിരിക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ വേണം. കാരണം ICOയിൽ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രമേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ഇത് പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ICOയിൽ ഇന്ന് കമ്പനി വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ICOയിൽ വെക്കുന്നതോടുള്ള ബെനിഫിറ്റ് ഒരു പ്രൈസിൽ, ചെറിയൊരു പ്രൈസിൽ സാധാരണ ആളുകൾക്ക് കോയിൻ വാങ്ങാനുള്ള ഒരു അവസരമാണ്. നമുക്കറിയാം വളരെ സക്സസ്ഫുൾ ആയിട്ട് ICO റൺ ചെയ്തുള്ള ഒരു കമ്പനിയാണ് എത്തേറിയം. നമുക്കറിയാം വേൾഡിൽ തന്നെ സെക്കൻഡ് കോയിൻ ആണ്. അപ്പൊ അത് $0.14
അക്കൗണ്ടിലേക്ക് ക്യാഷ് അവരുടെ അസറ്റ് കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ICOയിൽ വെച്ചിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ റൺ ചെയ്തിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ വെബ്സൈറ്റ് നോക്കിയാൽ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ കോയിൻ എന്താണ്, ആ കോയിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. പ്രോജക്ട് ടെസ് എന്നുള്ളതാണ് പേര്, കോയിന്റെ സിമ്പിൾ ടെസ് എന്നുള്ളതാണ്. യൂട്ടിലിറ്റി ഇതിന്റെ ബ്ലോക്ക് ചെയിൻ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് BP20 ആണ്. ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 100 ബില്യൺ ടെസ് ആണ് വരുന്നത്, 18 ഡെസിമൽ പോയിന്റ്. തന്നെ ഇനിഷ്യൽ പ്രൈസ് ഇപ്പൊ വരുന്നത് 0.001 എന്ന് പറഞ്ഞാൽ നിയർലി ഒരു 10 പൈസയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കോയിനാണ്. ഇനി അതിന്റെ ടോക്കൺ അലോക്കേഷൻ, ടോക്കണോമിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് സെയിൽ എത്രയാണ്, പ്രൈവറ്റ് സെയിൽ ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആകുമ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റണം. ഇവിടെ BSE സ്കാനിൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈ ചെയ്തുള്ള ഡീറ്റെയിൽസ് ഓരോ മിനിറ്റിലും ഇവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കോയിന്റെ ട്രാൻസാക്ഷൻസ് കാണാം. അങ്ങനെ വളരെ ജെനുവിൻ ആയിട്ട് നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു പ്രോജക്റ്റ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു ഡീസെൻട്രലൈസ്ഡ് ആപ്പ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സെൻട്രലൈസ്ഡ് ആപ്പ്, നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആപ്പ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ന് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം ഒരു കോയിൻ ആവുന്ന സമയത്ത് നമുക്കൊരു യൂട്ടിലിറ്റി വേണം. പലപ്പോഴും പല ആളുകളെയും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി, പല കമ്പനികളും വരുന്നത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. ആ കമ്മ്യൂണിറ്റി കോയിൻ വാങ്ങുന്നതിലൂടെ കൂടി കോയിന് വലിയ രീതിയിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടാവും, വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് പറഞ്ഞ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ അവർക്ക് അതുകൊണ്ട് എന്തുകൊണ്ട് അത് പോസിബിൾ അല്ല എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു കമ്മ്യൂണിറ്റി, ഒരു 1 lakh മെമ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഒരു കോയിൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ വാങ്ങിക്കുമ്പോൾ അതിന് പ്രൈസ് ഹൈക്ക് ഉണ്ടാവും വെച്ചാൽ ഡെഫിനറ്റ്ലി അതിന് പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ അത് സെൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതേ പ്രൈസ് താഴോട്ട് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു കാരണവശാലും പബ്ലിക്കലി എത്താതെ ഒരു റെഫറൽ കമ്മ്യൂണിറ്റിക്ക് ഒരു കോയിനെ ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോസിബിൾ അല്ല. അതിന് കൃത്യമായിട്ടുള്ള യൂട്ടിലിറ്റീസ് വരണം. എങ്ങനെയാണ് കൃത്യമായ യൂട്ടിലിറ്റീസ്? അത്തരം കോയിൻസ് മാർക്കറ്റിൽ യൂസ് ചെയ്യപ്പെടണം. അപ്പൊ ഇവിടെ നമ്മളുടെ ഒരു പ്രോജക്റ്റ് ആണ് ടെസ് ചാറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ഗൂഗിൾ, ഇപ്പൊ നമുക്കറിയാം ചാറ്റ് ജി പി ടി നമ്മൾ എല്ലാവരും അറിയുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു AI സെർച്ച് എഞ്ചിനാണ് ടെസ് ചാറ്റ് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇപ്പൊ നമുക്കറിയാം ChatGPT ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പതിയെ പതിയെ കുറച്ച് വരുന്നുണ്ട്. കാരണം അത് പിന്നീട് പെയ്ഡ് ഫോമിലേക്ക് മാറും. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോ ഇവിടെ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. വേൾഡിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വെറുതെ ഒരു മാറ്റർ എടുത്ത് സെർച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്താണോ ChatGPT ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഇൻഫോർമേഷൻ എന്താണോ അതുമായി റിലേറ്റ് ചെയ്തുള്ള ഇൻഫോർമേഷൻ നമുക്ക് വരുന്നു. ഇത് നമുക്ക് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി മറ്റുള്ള സെർച്ച് എഞ്ചിനുമായിട്ട് ഇവിടെ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് ഒരു 100 പ്രോംപ്റ്റിൽ മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോംപ്റ്റ് കൂടുന്തോറും ആ സെർച്ച് എഞ്ചിന്റെ ആക്യുറസി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഡാറ്റാബേസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു 100 മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടോക്കൺ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ ആളുകളെ ഈ ഒരു സെർച്ച് എഞ്ചിനിലേക്ക്, ഈ ഒരു AI എഞ്ചിനിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു പർച്ചേസ് നമ്മൾ നടപ്പിലാക്കുന്നത് ടെസ്റ്റ് ടോക്കണിലൂടെയാണ്. അങ്ങനെ ഒരു പർച്ചേസ് ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ യൂട്ടിലൈസ് ചെയ്തു പോയി. അത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാക്കും. അവിടെ ഒരിക്കലും അതിനു വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ആ ഒരു കോയിൻ പിന്നീട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രോജക്റ്റ് ആണ് ടെസ്റ്റ് ജാക്ക്പോട്ട്. ഇപ്പോൾ റീസെന്റ് ആ ജാക്ക്പോട്ടിന്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കുറി പോലെ നമുക്ക് ഒരു $5 ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജാക്ക്പോട്ടിൽ പങ്കെടുക്കാം. അതിനുശേഷം നമ്മൾ എത്രത്തോളം മെമ്പേഴ്സ് ഈ ജാക്ക്പോട്ടിൽ പങ്കെടുക്കുന്നു, ടോട്ടൽ എത്ര എമൗണ്ട് ജാക്ക്പോട്ടിലേക്ക് വന്നിട്ടുണ്ടോ അതിന്റെ 30% കമ്പനിയിലേക്ക് 70% പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നു. ഇപ്പൊ പല സ്ഥലങ്ങളിലും നമുക്കറിയാം വളരെ ചെറിയ പെർസെൻറ്റേജ് ആണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ ഇവിടെ നമുക്ക് 70%ഓളം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. എന്നാൽ ബാക്കി 30% കമ്പനിയുടെ ഇൻകാണ്. അതും കമ്പനിയിലെ ഒരു ഇൻകം ജനറേഷനും അവിടെ കമ്പനിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഗെയിംസ്, ഇപ്പൊ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗെയിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ടെസ്റ്റ് ഷൂട്ടർ, ഈ ഒരു ഗെയിം നമ്മൾ കളിക്കണമെങ്കിൽ നമുക്കറിയാം ടെസ് എന്നുള്ള ടോക്കൺ ഉപയോഗിച്ച് നമ്മൾ അതിലൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അവിടെയും നമുക്കറിയാം നമ്മളെ ടോക്കണിന്റെ യൂട്ടിലിറ്റിയാണ് നമുക്ക് വരുന്നത്. ആ യൂട്ടിലിറ്റി നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെസ് ടോക്കൺ എന്നുള്ള ഒരു ബൈങ് പ്രഷർ ഉണ്ടാക്കാൻ പറ്റും, ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയും നമ്മൾ ഷൂട്ടർ എന്നുള്ള ഒരു ബേസിക് സ്ട്രക്ചറുമാണ് അത്രയാണ് ഇതിൽ കാണുന്നത്.
അത് യൂസ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല പ്ലേയേഴ്സിന് ഇതിലൂടെ ഓരോ ലെവൽസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോക്കൺ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഷൂട്ടർ ഗെയിമുകൾ ഇന്ന് കമ്പനി ഡെവലപ്പ് ചെയ്തു. അതുപോലെ കാൻഡി ക്രഷ് പോലുള്ള ഗെയിമാണ് ഇവിടെ ടസ് ക്രഷ് എന്നുള്ള പേരിൽ ഇത് ഓൾറെഡി റണ്ണിങ് ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹാംസ്റ്റർ കോമ്പാക്ട് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ളതാണ്. അത് നമ്മൾ പെപ്പെ കുബേര എന്നുള്ള രൂപത്തിൽ നമ്മളൊരു ടെലിഗ്രാം ടാപ്പിംഗ് ഗെയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേര് പെപ്പെ കുബേര എന്നുള്ളതാണ്. നമുക്കിവിടെ അത് നമ്മുടെ ടെലിഗ്രാമുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗെയിമിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ നെക്സ്റ്റ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് എയ്ത്ര. നമുക്കറിയാം ഇന്ന് റിയൽ എസ്റ്റേറ്റ്, വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ഇന്ന് വലിയ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തുകയാണ്. കാരണം വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ നമുക്ക് അറിയാം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ നമുക്കിപ്പോ ഒരു വലിയ സ്പേസ് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് വെർച്വൽ റിയൽ എസ്റ്റേറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് പ്ലോട്ട് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ ഈ ഒരു പ്ലോട്ടിനാണെങ്കിൽ 60,000 ടെസ് ആണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ വേറെ ഒരു പോയിന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആ കോർഡിനേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. നമുക്കിവിടെ നിരവധി ഏരിയാസിൽ നമുക്ക് വേണമെങ്കിൽ എർത്തിൽ എവിടെ വേണമെങ്കിലും ഈ ഒരു വെർച്വൽ വേൾഡിൽ നമുക്ക് പ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു പ്ലോട്ട് ബുക്ക് ചെയ്യുന്നു, പിന്നെ കൂടുതൽ കൂടുതൽ ആവശ്യക്കാർ ഈ ഒരു പ്ലോട്ടിന് വരും തോറും മാർക്കറ്റ് വാല്യൂ വലിയ രീതിയിൽ മാറും. നമുക്ക് അറിയാം, യൂഷ്വലി നമ്മൾ കോമൺലി നമ്മൾ കാണുന്നതാണ്, നമ്മളെ സ്ഥലത്തിന് ആവശ്യക്കാർ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന് വാല്യൂ കൂടും. ഇവിടെ വാല്യൂ കൂടുന്നു. അതോടൊപ്പം തന്നെ ഇത് ടെസ്റ്റിന്റെ ഏറ്റവും വലിയൊരു യൂട്ടിലിറ്റിയാണ്. കാരണം നമുക്കറിയാം നിരവധി ആളുകൾ പ്ലേസ് വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു പക്ഷേ ആ ടോക്കൺ മാർക്കറ്റിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ നമുക്കറിയാം, ചില പക്ഷേ നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അതിന് ഇത്ര രൂപ കൊടുത്താണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, പെട്ടെന്ന് ടെസ്റ്റിന് വലിയൊരു ഹൈക്ക് വാല്യൂയിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സ്ഥലം വിറ്റ് പുതിയ ഒരാളെ ഏൽപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ആ ടോക്കൺ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ചിലേക്ക് ഒരു കാരണവശാലും നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ടോക്കൺ എത്തുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരു 50,000 ടെസ് കൊടുത്ത് വാങ്ങിച്ച ഒരു പ്ലോട്ട് നമ്മൾ വേറെ ഒരാളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതൊരു 70,000 ടോക്കൺ ആയിരിക്കും. അപ്പൊ അദ്ദേഹം 70,000 ടോക്കൺ എക്സ്ചേഞ്ച് നിന്ന് വാങ്ങിച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ ഇതിലെ പർച്ചേസിങ് കൂടുന്തോറും ഒരു റിയൽ യൂട്ടിലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിന് ഒരു ആവശ്യം ഉണ്ടാക്കുന്നു, പല പ്രോജക്റ്റുകൾക്ക് അത് ബേൺ ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു ബൈങ് പ്രഷർ വരുന്നുണ്ട്. അതല്ലാതെ ഒരു കമ്മ്യൂണിറ്റി വെറുതെ വാങ്ങി കയ്യിൽ ഹോൾഡ് ചെയ്യുകയും ആ കമ്മ്യൂണിറ്റി തിരിച്ച് സെല് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഒരിക്കലും യൂട്ടിലിറ്റി ഇല്ല. അപ്പൊ പല കമ്പനികളും പല ഇപ്പൊ ലുലു മാളുമായിട്ട് ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള പ്രോജക്റ്റ്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കമ്പനി ഏത് വലിയ മാളുമായിട്ട് ടൈപ്പ് ആയി കഴിഞ്ഞാലും അവിടെ ചിലപ്പോൾ നമ്മൾ ടോക്കൺ ഉപയോഗിച്ച് 10% ഡിസ്കൗണ്ട് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോക്കൺ ഉപയോഗിച്ച് 10% ഡിസ്കൗണ്ട് പറയുന്നുണ്ടെങ്കിൽ അത് കമ്പനി ആ എമൗണ്ട് കൊടുക്കണം, ഒരിക്കലും അവരല്ല ചെയ്യുക. അതിനുശേഷം വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താൽ മാത്രമേ അത് ഒരു യൂട്ടിലിറ്റി ആയിട്ട് മാറുള്ളൂ. നമുക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നുള്ളൂ. പക്ഷെ ഇന്ന് അതൊന്നും നമ്മളൊരു പ്രോപ്പർ യൂട്ടിലിറ്റി, ടോക്കണിന്റെ യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പ്രോപ്പർ യൂട്ടിലിറ്റി ഉള്ള 8ഓളം പ്രോജക്റ്റുകൾ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതിലെല്ലാം ഉപരി ഇപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും മീഡിയാസിലും അപ്പോ യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ മാനേജ്മെന്റ് ഇന്ന് ടെസ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു ക്രിക്കറ്റ് ടീം നമുക്ക് യൂറോപ്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. ആ ടീമിന്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഞാൻ ഈ രൂപത്തിൽ അത് നമ്മളെ വാട്സപ്പ് ചാറ്റിലൂടെയുള്ള കാര്യങ്ങൾ എടുത്താണ്. നമ്മളെല്ലാവരും കണ്ടതാണ്, യൂട്യൂബ് ലൈവില് മാനേജ്മെന്റ് അവിടെ യൂറോപ്യൻ പ്രീമിയർ ലീഗിൽ ടീമിനെ ഹയർ ചെയ്യുന്നു. ഏകദേശം 200 കോടിയോളം സ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനി ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഏത് ടോക്കൺ മാർക്കറ്റിൽ ICOയിൽ വന്നാലും ആദ്യം ചോദിക്കുന്നത്
ആരാണ് ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഈ ഒരു ടോക്കണിന്റെ പുറകുള്ള മാനേജ്മെന്റ്, എന്താണ് അതിന്റെ ക്രെഡിബിലിറ്റി. നല്ല ടോക്കൺ ആണെങ്കിൽ ഇപ്പൊ ഡോജ് കോയിൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം അത് ആരാണ് ഓണർ, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഈ ഒരു കറൻസി ഇന്ന് നാളുകളിൽ അറിയപ്പെടാൻ പോകുന്നത് ഒരു ടീം ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഒരു ഡയറക്ടർ കൂടിയായിട്ടുള്ള നമ്മളെ ഡോക്ടർ കെവിൻ സാർ ഇവിടെ ഉണ്ട്, രഞ്ജിത്ത് സാർ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ഇരുന്ന് ഓപ്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാം ലൈവിൽ കണ്ടാണ്. അത് എത്ര രൂപയ്ക്കാണ് ഓരോ പ്ലേയേഴ്സിനെ ഓപ്ഷനിൽ എടുക്കുന്നത് വരെ കണ്ടതാണ്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നാളുകളിൽ ഇത് നമ്മുടെ ടോക്കൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോക്കണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊമോഷൻ യൂസ് ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം നമ്മുടെ ടെലിഗ്രാമുകളിൽ കൃത്യമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എക്സ് ഹാൻഡിൽസിൽ അതിന്റെ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണോ ഒരു പ്രോപ്പർ കോയിൻ ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ എല്ലാ സിസ്റ്റവും വെച്ചിട്ടാണ് ഇന്ന് കമ്പനി മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് എന്താണ് റോള്? ഇപ്പൊ പല ആളുകൾ സംഭവിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു ടോക്കൺ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താണ് റോള്? ഇത് ഇങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഈ ഒരു പ്രോജക്റ്റുകൾ, ക്രിപ്റ്റോ പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് പല സമയങ്ങളിലും നമുക്ക് അറിയാം ആ പ്രോജക്റ്റുകൾ റൺ ചെയ്യാനുള്ള ഒരു സ്റ്റെബിലിറ്റി ആ കമ്പനിക്ക് ഇതല്ല. ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏകദേശം 200ഓളം കോടി സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഒരു ടീമിനെ ഹൈ ചെയ്തുള്ള ഒരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ, നമ്മളെ പ്രോജക്റ്റിന്റെ പേര് പ്രോജക്ട് ടെസ് എന്നാണ്. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം ആണ്. ഇവിടെ എന്താണ് വൈ ടെസ് എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ, ഇന്ന് നമുക്കറിയാം ഈ ഒരു പുതിയ ഇൻഡസ്ട്രിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അത്തരത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന്, ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ അവർക്ക് ഫ്യൂച്ചറിൽ വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടെസ് എന്നുള്ള പ്രോജക്റ്റ് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, ഇങ്ങനെ ഒരു ടോക്കൺ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ മാനേജ്മെന്റ് ഇൻസ്പിറേഷൻ വന്നിട്ടുള്ളത് ഡോജ് കോയിൻ എന്നുള്ള കോയിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതോടൊപ്പം തന്നെ അതിന്റെ ഡെവലപ്മെന്റുമാണ്. ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് എല്ലാവർക്കും നമുക്കറിയാം, വൺസ് ഒരിക്കൽ ആ സ്മാർട്ട് കോൺട്രാക്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല, ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. 24/7 നമുക്ക് ഇന്റർനെറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്ട് ആണ്. ദെൻ ഡീസെൻട്രലൈസ്ഡ് പ്രോജക്റ്റുകൾ നമുക്കറിയാം ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ അല്ലാതെ. അപ്പൊ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നില്ല. ഇനി എന്താണ് നമ്മൾ ആസ് എ ക്ലയന്റ് നമ്മൾ ഈ ഒരു കമ്പനിയിലേക്ക് വരുന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് നമ്മൾ കടന്നു വന്നാൽ, ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് $100 തൊട്ട് മുകളിലേക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 0.7 to 1.2% ഡെയിലി റിവാർഡ് ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് കമ്പനി ഏത് രീതിയിലാണ് അതിന്റെ ഇൻകം സോഴ്സ് എന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് നമുക്കൊരു ഫോറക്സ് ട്രേഡിംഗ് സെഗ്മെന്റ് ഉണ്ട്. ആ ഫോറക്സ് ട്രേഡിംഗ് വർഷങ്ങളായിട്ട് ട്രേഡിംഗ് ചെയ്യുന്നു. അതിന്റെ P&L കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കമ്പനി ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ടെസ് ക്രിപ്റ്റോ കറൻസി. അതിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിന്റെ പ്രോജക്ട്സ് എന്താണ്, ആ ടോക്കൺ ഡെവലപ്പ് ചെയ്യാനുള്ള യൂട്ടിലിറ്റി എന്താണ്, അത് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എയ്ത്ര എന്നുള്ള വെർച്വൽ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ICOയിൽ വെച്ചുള്ള ഈ കോയിൻ ആളുകൾ വാങ്ങിക്കുന്നതോടുകൂടി വലിയൊരു എമൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോയിന്റെ പ്രൈസ് കൂടും. ദെൻ Web3 ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ടെസ് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പോലെ ടെസ് പേയ്മെന്റ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അതുപോലെ ഒരു ബ്ലോക്ക് ചെയിൻ അക്കാദമി ആൻഡ് Web3 ലേണിംഗ് അക്കാദമി UK ഒരു യൂണിവേഴ്സിറ്റി ടൈപ്പിൽ നമ്മൾ ആദ്യം ഡെമോ ക്ലാസ്സസ് കൊടുത്ത് പിന്നീട് പെയ്ഡ് ക്ലാസ്സസ് ഉണ്ട്. ഇത്രയും ഡെവലപ്മെന്റ്, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സ്ലൈഡ്സ് ആവശ്യമുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് നമുക്ക് എങ്ങനെ ഇതിലൊരു പാർട്ണർ ആവാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ട്രസ്റ്റ് വാലറ്റിലൂടെ നമ്മൾ സുഹൃത്തോ അല്ലെങ്കിൽ റിലേറ്റീവോ അയച്ചു തരുന്ന ഒരു ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊരു ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അതിനുശേഷം ഈ ഒരു പാക്കേജസിൽ 100 തൊട്ട് നമുക്കറിയാം $10,000 വരെയുള്ള പാക്കേജ് കൂടെ കാണിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു പാക്കേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ട്വൈസ് അതല്ലെങ്കിൽ 2x $100 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് $200 വരെ ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതാണ്. $500 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് $1,000 വരെ, $10,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് $20,000 വരെ ഇൻകം ലഭിക്കുന്നതാണ് 2x. അതിനുശേഷം ലഭിക്കണമെങ്കിൽ നമ്മൾ അത് ടോപ്പ് അപ്പ് ചെയ്യണം. അതിനുശേഷം ആ ടോപ്പ് അപ്പിന്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും 2x എന്ന് വരും. ഇനി ഇതില് എന്താണ് നമുക്ക് ഈ ഒരു 2x കൂടുതൽ വരുമാനം വാങ്ങിക്കാൻ സാധ്യതയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2x പകരം 4x ഇൻകം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് $4000 വരെ ഇൻകം ലഭിക്കാവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറാം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സുഹൃത്തുക്കളോട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നല്ലൊരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഷെയർ ചെയ്യും. ആ വ്യക്തി ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ടിക്കറ്റ് എടുത്ത് ഒരു ഫിലിം കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് ഇല്ല. പക്ഷെ ഈ ഒരു നല്ല കാര്യം, നമുക്കൊരു വരുമാനം വരുന്നുണ്ട്, ഇത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമാണ്, ഇതൊന്ന് ഷെയർ ചെയ്താൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ 10% നമുക്ക് ഡയറക്റ്റ് റഫറൽ ഇൻകം ആയിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ ഒരു $1000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ 10% $100 നമുക്ക് ഇൻകം ആയിട്ട് വരുന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ 10,000 രൂപ നമുക്ക് വരുന്നു. ഇങ്ങനെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാം. എല്ലാവരിൽ നിന്നും നമുക്ക് 10% ഇൻകം കമ്പനി തരുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് ഡെയിലി വരുന്ന വരുമാനത്തിന്റെ 15%ഉം നമ്മളിലേക്ക് എത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ടൈം ഒരു ഇൻകം മാത്രമല്ല, അല്ലെങ്കിൽ സ്പോട്ടിൽ ഒരു ഇൻകം മാത്രമല്ല, മറിച്ച് അവർക്ക് ഡെയിലി കിട്ടുന്ന വരുമാനത്തിന്റെ 15% വരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരു 15,000 to 20,000 റുപ്പീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 15,000 മന്ത്ലി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ 15% ആണ് 2,250 രൂപ നമ്മളിലേക്കും മന്ത്ലി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ 10 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് തന്നെ നമുക്ക് ഒരു 10,000-25,000 രൂപയുടെ അടുത്ത് നമുക്ക് വരുമാനം വരുന്നുണ്ട്. ഇനി ഇതിന്റെ L2 സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞത് നമ്മളിൽ പരിചയപ്പെടുത്തിയ ആളുകളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് L2 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 10% കിട്ടുന്നു. ഇങ്ങനെ L3 നിന്ന് 5%, ഇങ്ങനെ 40 ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം വരുന്നുണ്ട്. ഈ ഇൻകം കിട്ടാനുള്ള കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. B1 എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ട് റഫറൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലെയറിന് കിട്ടും, 2 ഡയറക്ട് റഫറൽ ഉണ്ടെങ്കിൽ സെക്കൻഡ് ലെയറിന് കിട്ടും, 3 ഡയറക്ട് റഫറൽ ഉണ്ടെങ്കിൽ അതായത് തേർഡ് ലെയറിന്, ദെൻ 5 ഡയറക്ട് റഫറൽ ഉണ്ടെങ്കിൽ നമുക്ക് L4 and L5 കിട്ടും, 6 ഡയറക്ട് റഫറലിന്റെ 10 വരെ കിട്ടും, 12 ഡയറക്ട് റഫറലിന്റെ ടോട്ടൽ 40 ലെവലിൽ നിന്നും ഇൻകം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഈ 4x കിട്ടാനുള്ള കണ്ടീഷൻ, ഇപ്പൊ ഒരു ഇൻവെസ്റ്റർ എപ്പോഴാണ് 4x എലിജിബിൾ ആവുക എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 5 ഡയറക്റ്റ് റഫറൽ വരണം. 5 ഡയറക്ട് റഫറൽ എന്ന് പറഞ്ഞാൽ $100 മതി. 5 മിനിമം ഒരു 5 ഡയറക്ട് റഫറൽ വരിക. 3 ലെവലുകൾ L1, L2, L3 ബിസിനസ് ഉണ്ടായിരിക്കുക. അതായത് ഒരു മെമ്പേഴ്സ് എങ്കിലും ഈ ഒരു ലെയറിൽ ഉണ്ടാവുക. അതോടൊപ്പം നമ്മൾ $100 ആണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ടോട്ടൽ നമ്മുടെ താഴെ ഒരു അതിന്റെ 10 മടങ്ങ്, അതായത് $1,000 ബിസിനസ് ആയിരിക്കാം. ഇതാണ് നമ്മൾ ക്രൈറ്റീരിയ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ 2x നിന്ന് 4x മാറേണ്ടത്. ഇനി ഇവിടെ ഇത് അവസാനിക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു കാര്യമാണ്. നമുക്കറിയാം ഈ ഒരു ലെവലിൽ നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതോട് കൂടെ ഇവിടെ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 10 പേരെ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഒരു ലിങ്ക്, ലെഫ്റ്റ് ലിങ്ക് അയച്ചു കൊടുത്ത ആളുകളൊക്കെ നമ്മളെ താഴെയായിട്ടാണ് ജോയിനിങ് വരിക. റൈറ്റ് ലിങ്ക് അയച്ച ആളുകൾ അതുപോലെ തന്നെ താഴെയായിട്ടാണ് ജോയിനിങ് വരിക. അങ്ങനെയെങ്കിൽ നമ്മൾ 2 ചാനലിലൂടെയാണ് ഇവിടെ എന്ത് ചെയ്യുക, ബിസിനസ് ഡെവലപ്പ് ചെയ്യുക. 2 ചാനലിലൂടെയാണ്. അപ്പൊ അവിടെ 2 ചാനലിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു റാങ്ക് സിസ്റ്റം കൂടി കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. ആ റാങ്ക് സിസ്റ്റം വഴി ഒരു $1,000 ബിസിനസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ തൊട്ട് മുകളിലെ വ്യക്തികൾ അയച്ച ലിങ്ക് നമ്മളുടെ കോണ്ടാക്ട്സ് ആയി വരും, നമ്മുടെ ലിങ്കുകൾ വരും, അതിന് താഴെ വരുന്ന ആളുകളുടെ ബിസിനസ് വരും. അങ്ങനെ ടോട്ടൽ ഒരു $1,000 ബിസിനസ് മാച്ച് ചെയ്താൽ കമ്പനി റൂബി എന്ന് പറഞ്ഞ റാങ്കിൽ നമ്മൾ എത്തും. ആ സമയത്ത് നമുക്ക് ഈ റാങ്ക് മാത്രമേ, നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും വരുന്നില്ല. പക്ഷെ $5,000 മാച്ച് ചെയ്യുമ്പോൾ സിൽവർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് നമ്മൾ എത്തും. അവിടെ നമുക്കൊരു $100 നമുക്കൊരു സ്പോട്ടിൽ റിവാർഡ് വരും. ഈ റാങ്കുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം.
ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിന്റെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് മറ്റൊരു സ്ലൈഡിലൂടെയാണ്. നോക്കാം, ഇവിടെ സ്പെഷ്യൽ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഇതാണ്. അതിൽ $500 ഇപ്പൊ ഇവിടെ പറഞ്ഞതിൽ ഇതാണ്. $25,000 വരുന്നുണ്ട്, $50,000. എന്നാണോ ഒരു $1,00,000 മാച്ച് ചെയ്യുന്നത്, $1,00,000 മാച്ച് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റുമായിട്ട് $1,00,000 മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു $500 മന്ത്ലി വരുമാനമായിട്ട് കമ്പനി തരുന്നു. $2,00,000 മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു $1,000 ഇൻകവും കമ്പനി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്, അതിന് ഗോൾഡ് എന്ന് പറഞ്ഞ റാങ്ക് ആണ്. $500 ഇൻകം നമുക്ക് തരുന്നു $1,00,000 മാച്ച് ചെയ്യുമ്പോൾ. ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് ഒരു 1000 USDT മാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി സ്പെഷ്യൽ വൺ ടൈം ബോണസുകളാണ് പറഞ്ഞത്. സിൽവർ റാങ്ക് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. സിൽവർ റാങ്ക് എന്ന് പറഞ്ഞാൽ $5,000 മാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 100 USDT വൺ ടൈം തരുന്നു. ദെൻ $10,000 മാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 200 USDT വൺ ടൈം ആയിട്ട് തരുന്നു. അതുപോലെ തന്നെ 25,000 USDT മാച്ച് ചെയ്യുമ്പോൾ $300. ആൻഡ് ഫൈനലി ഒരു $50,000 നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ വൺ ടൈം ആയിട്ട് ഒരു കാർ ഫണ്ട് ഒരു 1 lakh rupees കമ്പനി തരും. നമ്മൾ എവിടെ നിന്നാണ് കാർ എടുക്കുന്നത് അവിടേക്ക് ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട് അയച്ചു തരുന്നു. ഇതാണ് ഫൈനലി നമുക്ക് വൺ ടൈം ബോണസുകളെ കുറിച്ച് പറയാനുള്ളത്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഗോൾഡിൽ എത്തുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ ഡോൺ പിൻ ആണ്. ഇന്ന് കമ്പനിയുടെ ലീഡേഴ്സ്, ടോപ്പ് 8 ലീഡേഴ്സ് ആണ് ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത്. ഫസ്റ്റ് ലെവൽ, അതായത് ഡോൺ പിൻ എന്ന് പറഞ്ഞ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്നത്. ആ റാങ്കിൽ എത്തിയിട്ടുള്ള ഒരു ടീമാണ് ടോപ്പ് 8. അപ്പൊ അവരെ സംബന്ധിച്ച് ഇന്ന് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു BMW 5 സീരീസ് വണ്ടിയോടൊപ്പം ഗ്ലോബൽ ടേൺ ഓവറിന്റെ 1% കൂടി അതിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഡോൺ പിൻ റാങ്കിൽ ഇന്നിപ്പോ ആ ഗ്ലോബൽ ടേൺ ഓവറിന്റെ 1% വാങ്ങാൻ ഒരു ടീം മാത്രം, ഒരു ID മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പൊ ആ റാങ്കിലേക്ക് എത്തുന്നു. ദെൻ നെക്സ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ കാണാം, കമാൻഡർ പിൻ എന്ന് പറഞ്ഞ റാങ്ക് ആണ്. അവിടെ നമുക്ക് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് BMW 7 സീരീസ് വണ്ടി പ്ലസ് ഗ്ലോബൽ ടേൺ ഓവറിന്റെ 1% ആണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് കിൻ ക്യൂൻ എന്ന് പറഞ്ഞ റാങ്ക് ആണ്. അവിടെ നമുക്ക് കിട്ടുന്നത് കിനോർ ക്യൂൻ. അവിടെ റിസീവ്സ് ജി വാഗൺ. നമുക്കറിയാം ബെൻസിന്റെ ജി വാഗൺ ഒരുപാട് ആളുകൾ ഡ്രീം വെഹിക്കിൾ ആയിട്ട് കാണുന്നതാണ്. അവിടെ ടേൺ ഓവറിന്റെ 1% കൂടി നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ എംബറർ പിൻ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുന്ന സമയത്ത് നമുക്ക് ബുർജ് ഖലീഫയിൽ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റും അതോടൊപ്പം തന്നെ 1%. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ഇതൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും തിരക്കുള്ള ആളുകളാണ്, പല രീതിയിൽ തിരക്കുള്ളവരാണ്. അപ്പൊ ഞാനിവിടെ പറയുന്ന കാര്യം, നിങ്ങൾ ഈ കേട്ട അവസരത്തെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് ചോദിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ അവർക്ക് എവിടെയോ ഒരു ടേണിംഗ് പോയിന്റ് കിട്ടിയതുകൊണ്ടാണ്, അല്ലെ? ലോകത്ത് സക്സസ് ആയ ആളുകളൊക്കെ എവിടെയോ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് കിട്ടിയതാണ്. അതൊരു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കില്ല നമ്മളെ കയ്യിലേക്ക് വരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ അവസരം നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ജീവിതത്തിൽ പല അവസരങ്ങളും മുമ്പിൽ വന്നിട്ട് അത് തിരിച്ചറിയാതെ പോയ ആളുകൾ പലരും ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ വിജയിച്ച ആളുകളൊക്കെ കിട്ടുന്ന അവസരത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയും ഒരു മുൻധാരണ ഇല്ലാതെ ആ പ്രോജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകട്ടെ. നിങ്ങളുടെ ലൈഫിലും വലിയ വലിയ വിജയങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു അരുൺ സർ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. സാർ ഒരു കാര്യം എടുത്തു പറയുണ്ടായിരുന്നു. നമ്മൾക്ക് ഇപ്പോ ടോപ്പ് 8 ലീഡേഴ്സ് അവരെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഒരു വർഷം വെച്ച് നിൽക്കുന്ന സമയത്ത് അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന ഈ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഡോൺ പിൻ എന്ന് പറയുന്ന ആ ഒരു അച്ചീവ്മെന്റ് ആണ്. അതായത് ഗ്ലോബൽ ടേൺ ഓവറിന്റെ 1% വാങ്ങുന്നവരാണ് അവര്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ അവര് ഒന്നിന്ന് തുടങ്ങുന്ന സമയത്ത് വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു ബിസിനസ് നമ്മളുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്റെ മുന്നിൽ 3-4 പ്രൊജക്ടുകൾ വന്ന് നിൽക്കുന്ന
നിൽക്കുന്ന സമയത്താണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് തൃശ്ശൂരുള്ള ലിമിൻ മൈക്കിൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 13 വർഷത്തോളമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയാണ്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് ഈ ഒരു ബിസിനസ്സിനെ പറ്റി പറഞ്ഞതിൽ ഒരു സ്പെഷ്യാലിറ്റി കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കേൾക്കാൻ തന്നെ ഇരുന്നത്. എന്നോട് പറയാ "നീതു, ഞാൻ ഇങ്ങനെയുള്ള ഒരു കമ്പനികൾക്കും കൈ കൊടുക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സില്, ഈ ഒരു മാനേജ്മെന്റ്, ഈ ഒരു ലീഡേഴ്സ് ഒത്തിരി സ്പെഷ്യാലിറ്റി ഇതിൽ ഞാൻ കാണുന്നുണ്ട്. ഇത് എന്ത് തന്നെയായാലും ഇത് കേൾക്കണം. വന്ന് കേൾക്കണം എന്ന് ഒത്തിരി പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കേൾക്കാൻ വന്നിരിക്കുന്നെ. ആ കേൾക്കാൻ വന്നിരുന്ന സമയത്ത് ഞാൻ മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ ഞാൻ ടോപ്പ് 8 ലീഡേഴ്സിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, എനിക്ക് ഇതിലുള്ള വരുമാനമല്ല കൂടുതൽ അറിയേണ്ടത്. ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണോന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് 100% ഒരു വ്യക്തമാക്കി മനസ്സിലാക്കി തന്നു. ആ ഒരു കാരണത്താൽ മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൈ കൊടുത്തത് തന്നെ. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പല ബിസിനസ്സുകളും വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് തന്നെ പോയി കടന്നു കളയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രൊജക്ട് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ടോപ്പ് 8ന്റെ കയ്യില് ഈ ഒരു പ്രൊജക്ട് 1 വർഷം മുൻപ് കിട്ടിയ സമയത്ത് അവര് എല്ലാ മീറ്റിങ്ങുകളും പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തിനെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒന്നും ഓൺ ഗോയിങ്ങിൽ ആയിട്ടുണ്ടായിരുന്നില്ല. അവര് വളരെ വളരെ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ. അവർക്ക് ഒരു ബിസിനസ് കിട്ടാൻ ഒരു $100 ബിസിനസ് ക്ലോസ് ചെയ്യാൻ വരെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഇന്ന് കോടികളാണ് അവര് ക്ലോസ് ചെയ്യുന്നത്. എന്താ ഒന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ പ്രൊജക്ടിന്റെ സൈറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി അവർക്ക് അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ് പ്രൊജക്ട് ടെസ്റ്റ് എന്നും പ്രൊജക്ട് ടെസ്റ്റിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ പ്രൊജക്റ്റുകളുടെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ള അത്രത്തോളം ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഭാഗ്യവും കൂടെ വേണം. നമുക്ക് എല്ലാവർക്കും എന്താ പറയാ എല്ലാവർക്കും ഈ പ്രൊജക്ട് ചിലപ്പോൾ കേൾക്കുമ്പോൾ ടഫായിട്ട് തോന്നും. പക്ഷെ നമ്മൾ കളിക്കാരായിട്ട് അതായത് കളി കാണുന്ന ആളുകളായിട്ട് പുറത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ പ്രൊജക്ട് എത്രത്തോളം സിമ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാകുക. നമ്മൾക്ക് ആരും ഒരാളെയും കണ്ടിട്ട് ഈ ബിസിനസ്സിലേക്ക് വരണ്ട. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തികളൊന്നും അല്ല ഇന്ന് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇങ്ങോട്ട് നമ്മളൊരു പേ ഔട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഞാൻ എന്റെ പേ ഔട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് 2 വ്യക്തികള് $1000 കംപ്ലീറ്റ് ചെയ്തു. ക്ലോസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. 2 പേര്. അതായത് എന്റെ ചെറിയൊരു പേ ഔട്ട് ആണ്. സ്റ്റാർട്ടിംഗ് പേ ഔട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നിട്ട് നമ്മൾക്ക് ക്ലോസിംഗ് നടത്തുന്ന ഒരു പ്രതിഭാസം ഇവിടെ നിങ്ങൾക്ക് കാണാം. പക്ഷെ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എൻട്രി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഓരോ പേ ഔട്ടും നമുക്ക് സ്റ്റാറ്റസ് ഇടുകയോ സോഷ്യൽ മീഡിയയിൽ ഏതിലൂടെ വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ശബരിമലയ്ക്ക് പണ്ട് പോയിരുന്ന ആളുകൾ കാട്ടിലൂടെ കല്ലും മുള്ളൊക്കെ ചവിട്ടി നടന്നിട്ടാണ് അവിടെ എത്തിയിരുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പമ്പ വരെ സന്നിധാനം വരെ ബസ് ചെല്ലുന്ന പറയുന്നത്, വണ്ടി ചെല്ലുന്ന പറയുന്നത്. അത്രത്തോളം കാട് വെട്ടിത്തെളിച്ച് ഇട്ടേക്കാണ്. അതേപോലെ തന്നെയാണ് നമ്മളെ ടോപ്പ് 8 ലീഡേഴ്സ് ആദ്യം അവരെടുത്ത സ്ട്രഗിള് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ, നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നമ്മളിപ്പോ നടക്കുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള പാതയിൽ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം അത്രത്തോളം സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അറിയാം. ടോപ്പ് 8 ലീഡേഴ്സ് ഇന്ന് ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിച്ചവരാണ് അവരിന്ന്. പക്ഷെ അവർ ഒരു രാത്രി പോലും വെറുതെ ഇരിക്കുന്നില്ല. ഒരു പകലോ രാത്രിയോ വെറുതെ ഇരിക്കുന്നവരല്ല അവര്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ ഒരു മീറ്റിംഗിന്റെ ഇതിൽ കാണാം അവർ പലരും യാത്രയിലാണ് ഇപ്പോഴും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ വെറുതെ ഇട്ടിരുന്ന് ഉണ്ണാനുള്ള അസറ്റ് അവരുടെ കയ്യിൽ ആയി കഴിഞ്ഞു. പക്ഷെ അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഒരു ബിസിനസ്സിനെ എവിടെ എത്തിക്കണം എന്ന് അവർക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എത്തുന്നവരെ അവർക്ക് വിശ്രമമില്ല. പക്ഷെ ആ ലക്ഷ്യത്തില് നമ്മളും കൂടെ ഒന്നുമല്ലാതെ നിൽക്കുന്ന നമ്മള് ഇന്ന് അതിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെത്തുന്നതിന്റെ ഒപ്പം നമ്മളും എത്തുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ടോപ്പ് 8 ലീഡേഴ്സ് മാത്രമായിട്ട് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റത്തില്ല. അവരുടെ കൂടെ 100,000 പേരുകളെ വിജയിപ്പിക്കുമ്പോഴാണ് അവരുടെ വിജയം ഇവിടെ സുനിശ്ചിതമാകുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർക്ക് കൈപിടിച്ച് നിൽക്കുന്നവർക്ക് മുറുക്കെ പിടിച്ചിരിക്കുക അവരെത്തുന്നിടത്തേക്ക് നമ്മളെയും കൂടെ എത്തിക്കുന്ന 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തെന്നെയാലും എന്റെ വാക്കുകൾ മാത്രം നിങ്ങൾ കേൾക്കേണ്ട, നിങ്ങൾക്ക് ഇതിൽ വന്ന് അനുഭവിച്ചറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പുറത്ത് നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ എൻട്രി അടിച്ച് അകത്തേക്ക് കയറി നിൽക്കുക. സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ സഹോദരങ്ങളും സഹോദരിമാരോടായിട്ട് പറയാണ്, നമ്മൾക്ക് ഇനി ഞാൻ എന്റെ ഒരു ലാസ്റ്റ് ബസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടേക്കുന്നത്. കാരണം നല്ലൊരു പ്രൊജക്ട് കിട്ടാനില്ല സുഹൃത്തുക്കളെ.
നല്ലൊരു പ്രൊജക്ട് കിട്ടാനില്ല. ഞാൻ 100% ഉറപ്പ് പറയാണ്. നമുക്ക് പ്രൊജക്ട് ടെസ്റ്റിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെയായാലും 1 ഇയർ ബാക്ക് ഇപ്പോ ടോപ്പ് 8 നിൽക്കുന്ന ആ സ്ഥലത്ത്, അതേപോലെ നമ്മൾ എന്നാണ് ജോയിൻ ചെയ്തത് അവിടുന്ന് 1 ഇയർ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലേക്ക് എന്ത് തന്നെയായാലും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 4 വീലർ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ബാങ്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരിക്കും. നല്ലൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഒത്തിരി ആളുകൾ നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളെ ബന്ധുക്കളെക്കാളും കൂടുതൽ നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ കൂടിയിട്ടുണ്ടായിരിക്കും. ഒത്തിരി നമ്മളെ ലൈഫിൽ എന്തൊക്കെയോ നമുക്ക് നേടാൻ പറ്റുമോ? ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെ? നമ്മളെ കുട്ടികളുമായിട്ട്, വൈഫുമായിട്ട്, ഹസ്ബൻഡുമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആ പ്രൈസ് ടാഗ് നോക്കാതെ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമ്പോ അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മളൊരു ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നിട്ട് നമ്മുടെ മെനു കാർഡിന്റെ റൈറ്റ് സൈഡ് നോക്കാതെ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അത് നമ്മൾക്ക് ഇവിടുന്ന് കിട്ടുന്ന യാതൊരു സംശയവും ഇല്ല. കിട്ടുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നെയായാലും 100%, 110% ഉറപ്പോട് കൂടിയിട്ട് പ്രൊജക്ടിന് കൈ കൊടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു.